ഹായ് ഹലോ. ഇന്ന് ഞാൻ ഈ കൊട്ടയൊക്കെ ആയിട്ട് വന്നേക്കുന്നത് ഒരു വിളവെടുപ്പിന് വന്നേക്കണോ. ഇന്ന് നമ്മളിവിടെ ഒരു ഫാമിലാണ് വന്നേക്കണേ. എന്തെടുക്കാനാന്നല്ലേ? സ്ട്രോബെറി. ഇവിടെ നിന്ന് പറിക്കണ സ്ട്രോബെറി നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. കാണിച്ചു തരാം. അപ്പം ഇന്ന് നമുക്ക് ഈ കൊട്ട നിറച്ച് സാധനങ്ങളായിട്ട് പുറത്തേക്ക് വരാം. പോയാലോ? So welcome to UK Pack and welcome back to Miles and Memories by Dhanya. ഈ UK പാക്കിൽ സ്ട്രോബെറി മാത്രമല്ല കേട്ടോ, പല ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. ഓരോന്നിനും ഓരോ സീസൺ സമയത്ത് വിളവെടുപ്പ് നടക്കുന്നതാണ്. നമ്മൾ മെയിനായിട്ട് എപ്പോഴും വന്നത് സ്ട്രോബെറി പറിക്കാനായിട്ടാണ് വരാറ്. ഇവർക്ക് ഇവരുടെ ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് ഇപ്പം നല്ല പഴുത്ത് പറിക്കാൻ പാകത്തിന് ഇരിക്കണേന്നുള്ളത്. അപ്പം ഇപ്പോൾ സ്ട്രോബെറി റൈപ്പായിട്ടുണ്ട്. നമുക്ക് ഇന്ന് അത് പോയി പറിക്കാം. ഇന്നത്തെ ഈ കൊട്ട നിറയ്ക്കാൻ ഞങ്ങൾ ഒറ്റയ്ക്കുള്ള ഞങ്ങളിന്ന് ഫുൾ ഫാമിലി ആയിട്ട് കൊട്ട നിറയ്ക്കാനായിട്ട് കയറാൻ പോവുകയാണ്. ഇവിടെ നിന്ന് നമുക്കിത് പറിക്കണമെങ്കിൽ ഇതേ ഇവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കൊട്ട എടുക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ഇത്തവണ വന്നപ്പോൾ, കഴിഞ്ഞ തവണ ഞങ്ങൾ കൊണ്ടുവന്നില്ല, ഇത്തവണ ഞങ്ങൾ കുറച്ച് ഭംഗിക്കും ആർഭാടത്തിനും കൂടിയായിട്ട് ഒരു കൊട്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കിത് ഇതൊക്കെ എടുക്കാം. പിള്ളേർ സെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അതെ ഇതാണ് എടുക്കണം. ഇതിലിരുത്തി പിള്ളേരെ വലിച്ചോണ്ട് പോവാം. അതുപോലെ കുഞ്ഞിതുണ്ട്, ഇതേ നോക്കിയേ, പിള്ളേർക്ക് തള്ളാൻ വേണ്ടിയിട്ടാണിത്. കുഞ്ഞു പിള്ളേർക്ക് അവർക്കൊരു എൻജോയ്മെന്റിനും കൂടി വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത്. ഇവിടെ ഒരു കുട്ടി അത് തള്ളിക്കൊണ്ട് എടുക്കേണ്ടത് കാണിച്ചു തരാം. പിള്ളേർ ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പുറത്തേക്ക്. വെജിറ്റബിൾസും ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിന്റെ ലിസ്റ്റ് കുറേ എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളത് ആ എൻട്രൻസിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത്. ഇതിപ്പോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു തക്കാളിയുടെ ഇല പോലെ ഉണ്ട് കണ്ടിട്ട്. തക്കാളി ഉണ്ടാ, തക്കാളി കൺഫേംഡ്. ഈ വഴി പോയി കഴിഞ്ഞാലുള്ള സംഭവങ്ങളാണ് ഈ എഴുതി വെച്ചേക്കണത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഐറ്റംസ്. നമ്മൾ മെയിൻ വന്നേക്കണത് എർബേറൻ സ്ട്രോബെറിക്കാണ് നമ്മൾ വന്നേക്കണേ. ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തെത്തും. ഈ ബാക്കിൽ കാണേണ്ടതാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. വെള്ളം എന്താ പറയാ, ചെടികൾക്ക് വീഴാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചാണ് സെറ്റപ്പാണത്. ആ ബാക്കിലൊരു ട്രാക്ടർ പോണുണ്ടോ, ഉഴുതുമറിച്ച് അടുത്തത് നടാനുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ട് പോണതാണത്. ഇത് ഞാൻ ഇപ്പം ഇവിടുന്ന് പറിച്ചെടുത്തതാ. കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. തിളക്കം കണ്ട, വെയിലടിച്ചിട്ട് നല്ല മെഴുക് പോലെ ഇരിക്കുകയാണ്. ഇവിടെ നിന്ന് പറിച്ച് കഴിക്കണതിന് കടയിൽ കിട്ടണ പോലെ അല്ല കേട്ടോ, നല്ല മധുര, നല്ല ടേസ്റ്റുമാണ്. ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും സ്ട്രോബെറി നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ നിന്ന് പറിച്ച് ഫ്രഷ് ആയിട്ട് കഴിക്കണ ആ ഒരു ടേസ്റ്റ് മറ്റു കടകളിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് പറിച്ച് നമുക്ക് ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി ജ്യൂസ് അടിക്കണം. ഇത് ഒഴിച്ച് ഇച്ചിരി പാലൊഴിച്ച് അടിച്ച സ്ട്രോബെറി ഷേക്കായിട്ട് നല്ല സൂപ്പറായിട്ട് കഴിക്കാം. കഴിച്ചു നോക്കാം മധുരം ഉണ്ടോന്ന് കേട്ടോ. ഓ എൻ്റെ ദൈവമേ, അമേസിങ്, റിയലി അമേസിങ്. കുഞ്ചു സ്ട്രോബെറി പറിച്ച ഉള്ളി ആക്ഷൻ. സ്ട്രോബെറി നന്നായിട്ട് കഴിക്കണ ആളുകളെന്നറിയോ? ഹായ് പറയേക്ക്. Hi, hello. Hi, hello, guten Tag. ശരി അച്ഛാ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഇതുപോലെ തന്നെ സ്ട്രോബെറി ഫാമാണ്. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് കവർ ചെയ്താൽ ഇങ്ങോട്ട് വന്നത്. അവിടേക്ക് എനിക്ക് തോന്നുന്നു രാവിലെ തന്നെ ആൾക്കാർ വന്ന് ഫുൾ പറിച്ചുകൊണ്ട് പോയെന്ന് തോന്നുന്നു. ഒരുപാട് അങ്ങനെ കാണാനില്ല. പക്ഷേ ഇപ്പുറത്തെ സൈഡിലേക്ക് അധികാരം എത്തി തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഇതേ ഇഷ്ടം പോലെ ഉണ്ട്. ഓ, ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കിയാലേ, തിളങ്ങണു കിടന്ന് സ്ട്രോബെറിയൊക്കെ. ഓ എൻ്റെ ദൈവം, എന്തൊരു മധുര. ഇത് ആക്ച്വലി നല്ലൊരു കോൺസെപ്റ്റ് അല്ലേ. ലൈക്ക് നമുക്ക് നാട്ടിലാണെങ്കിലും ഇതുപോലെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്കും കുട്ടികൾക്കും ഒക്കെ വന്നിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ പറിച്ച് കഴിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ അതുപോലെയാണ്, ഫാർമേഴ്സ് അങ്ങ് തുറന്നിട്ടിരിക്കുകയാണ്. നമുക്ക് ഇതിപ്പോൾ സ്ട്രോബെറി ആണ്, അപ്പുറത്ത് വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പോയി ഫ്രീ ആയിട്ട് നമുക്ക് നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. കുറച്ച് റേറ്റ് എനിക്ക് തോന്നുന്നു സൂപ്പർ മാർക്കറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും, കാരണം ഫ്രഷ് ആണല്ലോ. അപ്പം അതെ, നമുക്ക് ഡയറക്റ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതുകൊണ്ടും നല്ല അടിപൊളിയാണ്. നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാ വർഷവും നമ്മൾ ഈ കറക്റ്റ് ഈ ടൈമിൽ നമ്മളിത് വരും. 3 വർഷമായിട്ട് ഞങ്ങൾ മുടക്കാത്ത ഒരു ചടങ്ങായത്. വേറൊരു കാര്യം പറയാനുള്ളത്,
പറിച്ച് കഴിക്കണ എണ്ണം നമ്മൾ അവിടെ പോയി പറയണം. അപ്പൊ നമ്മള് കറക്റ്റ് എണ്ണം പറയണം. ഞാൻ 5 കഴിക്കാറുള്ളേ. പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കൊട്ട നിറച്ചു. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. ഈ കാണുന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിലിപ്പോൾ ആയേക്കണേൻ്റെയൊക്കെയാണ് ഈ റേറ്റ് എഴുതിയേക്കണത്. സ്വീവലിൻ, ക്രൗട്ടർ, കോൾറാബി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയൊരു കുമ്പളങ്ങ പോലെ ഇരിക്കും. ചെറിയ കുമ്പളങ്ങ, അത് വെച്ച് നമുക്ക് നാട്ടിലെ കറികളൊക്കെ ഉണ്ടാക്കണ പോലെ ചെയ്യാൻ പറ്റും. നമ്മൾ വാങ്ങിച്ചത് ഇത് എർത്ത് ബേറൻ സ്ട്രോബെറി, അതിൻ്റെ റേറ്റാണ് ഈ കാണുന്നത്. കടയിൽ കിട്ടണേക്കാളും ഒരു ഇത്തിരി എക്സ്പെൻസീവാണ് ഇവിടെ കിട്ടണത്. പക്ഷെ അതുപോലെ തന്നെ ടേസ്റ്റും രണ്ടും ഡിഫറൻസ് ഉണ്ട് കടയിലെയും ഇവിടത്തെ. ഇപ്പം നമ്മൾ സംഭവങ്ങളൊക്കെ പറിച്ചു കയ്യിൽ വെച്ചു. ഇനി നേരെ അതിൻ്റെ അകത്ത് പോയി പേയ്മെൻറ്റ് നടത്തി പുറത്തിറങ്ങാന്നുള്ളതാണ്. അപ്പോൾ അതൊരു ചെറിയൊരു ഷോപ്പ് പോലെയാണ് അതിൻ്റെ അകത്ത്. ഇവിടെയുള്ള സാധനങ്ങളെല്ലാവരും കുറച്ചൊക്കെ അവിടെ പറിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തേൻ, എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അങ്ങനെയാണ് അതിൻ്റെ അകത്തൊരു കുഞ്ഞു ഷോപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബില്ല് ചെയ്യാൻ പോവാം. ഇവിടെ സ്ട്രോബെറി മാത്രമല്ല കേട്ടോ, നല്ല പൂക്കളുണ്ട്. സമ്മർ ടൈമിൽ ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ്, ഇഷ്ടം പോലെ പല ടൈപ്പിലുള്ള പൂക്കളുകൾ കാണാൻ പറ്റുന്നുള്ളത്. അകത്തേക്ക് കയറി കഴിയുമ്പോൾ കുറേ വെജിറ്റബിൾസ് കാണും. ഇവിടെ തന്നെ കൃഷി ചെയ്ത് വന്നേക്കണതാണ് ഇതൊക്കെ. കണ്ടോ, ഇതൊക്കെ ഫ്രഷാണ്. ഫ്രഷ് ഇപ്പുറത്ത് നോക്കി, ഇവരുടെ തന്നെ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു ഇതൊക്കെ. ഈ സവാളയൊക്കെ ഇവിടുത്തെ ആയിരിക്കും. പാസ്ത, തേൻ, തേനൊക്കെ മിക്കവാറും കിടുവായിരിക്കും ഇവിടുത്തെ കേട്ടോ. ബയോ, ഇത് മുട്ട. അതെ, ഇവിടെ തന്നെ പൗൾട്രി, ചിക്കൻ. ഇവിടെ കോഴിയെ വളർത്തുന്നുണ്ട്, അതിൻ്റെ ഒരു ഫാമും ഉണ്ട്. ഇവിടെ ഇതൊക്കെയാണ് ചിക്കൻ്റെ സംഭവങ്ങൾ. സോസേജ് പോലെ ഒക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നല്ല ഓപ്ഷനിൽ ഇവിടെ തന്നെ ഉണ്ടായ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസാണ്. ലൈക്ക് ആപ്പിൾ ജ്യൂസ്, മാംഗോ ജ്യൂസ്, അങ്ങനെ എല്ലാ ജ്യൂസും ഉണ്ട് ഇവിടെ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? ആപ്പിൾ ജ്യൂസ് ആണ് കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ടേസ്റ്റ് ആണ് ആപ്പിളിൻ്റെ, അല്ലേ? നല്ലാണല്ലേ? യെസ്, നൈസാണ്. ആപ്പിൾ ജ്യൂസ്, മാംഗോ ജ്യൂസ് നമുക്ക് തീർന്നു പോയി. അപ്പോൾ നമുക്ക് ആപ്പിൾ ജ്യൂസ് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ഉണ്ടോ, നല്ലൊരു പുളിപ്പ്, ഭയങ്കരമായ മധുരമൊന്നുമില്ല, ഫ്രഷ് ആണെന്നുള്ളത് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുത്ത് നമുക്ക് ഫ്രണ്ടിൽ നിൽക്കില്ലേ, ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ, അടിപൊളിയാണ്. നമ്മൾ വാങ്ങിച്ച സ്ട്രോബെറി ഇവിടെ വന്ന് ബില്ല് കൊടുക്കണം. പേയ്മെൻറ്റ് നടത്തുന്നത് ഇവിടെയാണ്. അപ്പം ഞങ്ങളുടെ 2 പേരുടെയും കൂടി ഈ കൊട്ടയിലിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. അപ്പം ഇനി അത് നമ്മളിവിടെ പൈസ കൊടുക്കുക, പുറത്തേക്ക് ഇറങ്ങും. ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. നമ്മളൊരു കൊട്ട സ്ട്രോബെറിയുമായി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇവിടെ വന്ന് ഇതുപോലെ ഒരു സ്ട്രോബെറി പറിക്കുക, അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഞാനിത് നാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. നമ്മളിപ്പോൾ അവിടെ പോയി കുറേ സ്ട്രോബെറി നമ്മൾ പറിച്ച് കഴിച്ചിരുന്നു. ഇവിടെ വന്ന് നമ്മളത് പറയും എന്നുള്ളതാണ് ഇവരുടെ ഒരു വിശ്വാസം. അതാണ് ഇവരുടെ ഒരു സത്യസന്ധതയെക്കുറിച്ച് കാണിക്കണ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് കേട്ടോ. നമ്മൾ ഈ ബില്ല് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇത് എൻ്റെ പുറകിൽ കാണണ്ടോ, ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ആൾക്കാർ വന്നിരുന്ന് ഫുഡ് കഴിക്കണു, ബർത്ത്ഡേ പാർട്ടികൾ നടത്തുന്നുണ്ട്. അവിടെ ഗ്രില്ലിംഗ് ഉണ്ട്. അതുപോലെ ഒരു ആടിൻ്റെ ഫാം, പിള്ളേർക്ക് ചെന്ന് അതൊരു രസമാണ്. ആടിനെ ഫീഡ് ചെയ്യാൻ പറ്റും. അതുപോലെ കുട്ടികൾ പുറകിൽ ഒരു കുഞ്ഞു വണ്ടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഉന്തിക്കൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും വൈകുന്നേരം വന്നിരുന്നൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിച്ചേക്കണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ, ബൈ ഫ്രം ധന്യ.